കുഴപ്പമില്ലല്ലോ. എന്നോട് കളിച്ചാ അങ്ങനെ ഇരിക്കും. അവക്ക് പുറംപണി ചെയ്യാൻ പറ്റില്ല അല്ലേ? രണ്ടും കൂടെ ഞാൻ ജയിച്ചില്ലേ. ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവളെ കേക്കേണ്ട. അമ്മ വിളിക്കട്ടെ. എടുക്കണില്ലല്ലോ. അമ്മേ. അയ്യോ അമ്മേ, അമ്മ എനിക്ക് പറഞ്ഞ ഐഡിയ ഏറ്റ്. അവളിപ്പോ അകത്തെ പണി എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരിക്കുക. അതൊരു കാണുന്ന കാഴ്ചയായിരുന്നു അമ്മേ. അങ്ങനെ പുറത്തെ പണിയാ, അതും അവള് തന്നെ ചെയ്യും. അമ്മേ, അവളൊരു വേലക്കാരിയെ പോലെ പണിയെടുക്കുന്നത് കാണാൻ എന്റെ അമ്മയ്ക്കും ആഗ്രഹമില്ലേ? എന്നാ വേഗം ഒരുങ്ങിവാ, അത് അമ്മയ്ക്ക് നേരിട്ട് അങ്ങ് കാണാം. കൊച്ചുകളി വേവാ. അയ്യോ, ക്ഷീണം ക്ഷീണം ക്ഷീണം. ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള ചതിയാണ്. ഇതെങ്ങനെ കൊച്ചമ്മ അറിയിച്ചേ പറ്റുള്ളൂ. ഞാൻ ചെന്ന് അറിയിക്കട്ടാ? വേണ്ട മുത്തുവണ്ണ, ഇത് അമ്മയെ അറിയിക്കണ്ട. അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം മുത്തുവണ്ണ. ഇത് സുന്ദാമേനോന്റെ പണിയാണ്. അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എന്തിനും സുരഭിയുടെ കൂടെ ഞാൻ ഉണ്ട്. പ്രശോഭണ്ണ, My mother dash cooked biryani and you call yesterday was cooking. നിനക്കെന്തോ പറ്റി? പ്രശോഭേട്ടൻ എന്താ ഇവിടെ? നിനക്ക് വയ്യെന്ന് പറഞ്ഞ് സുരഭി വിളിച്ചിരുന്നു. എനിക്കെന്നെ കുഴപ്പമൊന്നുമില്ല. അല്ലച്ചാ, അമ്മയ്ക്ക് തീരെ വയ്യ, തല ചുറ്റി വീണു. ആണോ? ആ ചെറുതായിട്ടൊന്ന് വീണു, അത്രേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയില്ലേ കുഞ്ഞെ. എന്റെ പൊന്നു കുഞ്ഞെ, വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് ഓടിച്ചത്. സത്യം, അവിടെ ചെന്നപ്പോ വാഴത്തട വെട്ടിയിട്ട് പോലും കണ്ട മനുഷ്യ സൈക്കിളിലെ പൊന്നെ. ലോ പ്രഷർ എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്താ അസുഖം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. പല വലിയ രോഗങ്ങൾക്ക് ഒരു ലക്ഷണവും കാണിക്കൂല. ദൈവമേ കാത്തോണേ. പ്രശോഭണ്ണ, ഒരു ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടാ. എന്തെങ്കിലും പറഞ്ഞതിന് മുന്നേ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ. അത് ശരിയാച്ചാ, നമുക്ക് എന്താ കാര്യമെന്ന് അറിയാലോ. നീ എന്താ പറഞ്ഞിട്ടേ പറയണത്? വാ, നമുക്കൊരു ചെക്കപ്പ് ചെയ്യാം. നമുക്ക് ഒരു ട്രിപ്പ് കൊടുത്താൽ മാറും. ട്രിപ്പിട്ട കയ്യിൽ സൂചി വെക്കൂലേ? സൂചി വെച്ചിട്ടേ ട്രിപ്പ് കൊടുക്കാൻ പറ്റും. നരപ്പിൽ ചെറുതായിട്ട് ഇങ്ങനെ. ഇല്ല, ട്രിപ്പിട്ട എനിക്ക് വേദന എടുക്കും, എനിക്ക് പേടി. എനിക്ക് അയ്യേ, നീ ഇത്ര സില്ലി ആവല്ലേ ലക്ഷ്മി. പ്രശോഭേട്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. പ്രശോഭേട്ടൻ അറിയാലോ എനിക്ക് സൂചി പേടിയാണെന്നുള്ളത് അറിയാലോ. അയ്യോ, ഞാൻ പോയപ്പോ ഉള്ള നിന്റെ മുഖം അല്ല ഇപ്പൊ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും മുതൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞതിന് മുന്നേ കൊണ്ടുപോകണം. ലക്ഷ്മി കുഞ്ഞിന്റെ കണ്ണിന്റെ ഭാഗം നോക്ക്, ചെറിയ തടുപ്പ്. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോവാച്ചാ. അയ്യോ പ്രശോഭേട്ട, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, പെട്ടെന്ന് കൊണ്ടുപോവാ. വേണ്ട പ്രശോഭേട്ട, ലക്ഷ്മി ഇങ്ങോട്ട്. കൊച്ചുകുട്ടികളെ വേണ്ടെന്നാ. വാ. അവിടെ ഉണ്ടല്ലേ. എന്തായാലും ഭാഗ്യം ഫോൺ കൊണ്ടുപോകാത്തു. എന്തായാലും മോക്ക് പണി കൊടുത്തു. ഇനി ആർക്കാ? തള്ളക്ക്. അതെ, സുനിതാമയ്ക്ക് കൂടെ കൊടുക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.